കമന്റുകൾ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പൂർവ്വം ചില ആളുകൾ നമ്മളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയ ആളുകളൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കാറുണ്ടാവും. ഹായ്, 100 ഡേയ്സ് ഓഫ് ഡിജിറ്റൽ ഗ്രോത്ത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നമ്മൾ പ്രൊഫൈലിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനും നമ്മളെ റിവ്യൂസ് ലിങ്ക് എടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് വാല്യൂഡായ ഫീഡ്ബാക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറുണ്ട്, നെഗറ്റീവ് കമൻറ്റ് നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ വന്നിട്ടുണ്ട്, അത് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്ന്. ശരിക്കും അതിന് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെന്നുള്ള ആ നെഗറ്റീവ് കമൻറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് തന്നെ ഡയറക്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു റീസൺ കൊടുക്കുക. ഒരു 4-5 റീസൺസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു റീസൺ കൊടുത്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യാന്നുള്ള. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഗൂഗിൾ അതൊന്ന് റിവ്യൂ ചെയ്തിട്ട് ആ ബാഡ് കമൻറ്റ് എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയുന്നതാണ്. ശരിക്കും ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് ആളുകളുടെ അവകാശമാണ്, അവരുടെ ഫീഡ്ബാക്ക്. അപ്പോൾ ഇതിൽ മനഃപൂർവ്വം ചില ആളുകൾ നമ്മളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയ ആളുകളൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കാറുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് ബിസിനസ്സുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവരെ കമൻറ്റ് പോയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് നീക്കം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള ഒരുപാട് ടിപ്സുകളുണ്ട്. നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. നമുക്ക് ഒരുമിച്ച് ഡിജിറ്റൽ ഗ്രോത്ത് ചെയ്യാം.